എവിടെ എത്ര ദൂരം പോയി, എവിടെയാ പോയിണ്ടായിരുന്നേ? ഞാൻ ലക്നോ ട്രിപ്പിലാ ലോറിയും കൊണ്ട് ആദ്യമായിട്ട് പോകും. ഇവര് വന്നിട്ട് രാത്രി ഞാൻ തന്നെ ഇരുന്ന് ഓടിക്കും, ഇവര് കിടന്നുറങ്ങും. കാക്കനാടല്ല പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞ രാജഗിരിയില്. അപ്പൊ അവിടെയൊക്കെ ഫാൻസ് ഉണ്ടാവല്ലോ ഇഷ്ടം പോലെ. ഞാൻ ആദ്യം ഇങ്ങനെ ആർക്കും അറിയത്തില്ലായിരുന്നു, മിണ്ടത്തോ ഞാൻ വണ്ടി ഓടിക്കുന്നവരൊന്നും ആരുടെ അടുത്തും പറഞ്ഞില്ല. പിന്നെ പിള്ളേരൊക്കെ അറിഞ്ഞ് കണ്ടൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യും. പഠിപ്പിച്ചു തരുമെന്ന് വെച്ചിട്ടുണ്ടാരെങ്കിലും ആ കൂടെ കൂട്ടുകാരൊക്കെ ചോദിക്കും. അപ്പൊ ഞാൻ കോളേജിൽ പോണതും കാറിനാ പോന്നെ. അപ്പം എല്ലാരും ഇങ്ങനെ ചോദിക്കും ഓടിക്കാൻ പഠിപ്പിക്കും. ഞാൻ നേരത്തെ അമ്മേനോട് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു കാറിലാ പോന്നെ. അപ്പൊ എത്രല്ല പഠിക്കുന്നേ? അവരെടുത്ത് എറണാകുളം വരെ കാറിനാ പോണേന്ന് പറഞ്ഞു. അന്ന് പറഞ്ഞു ഫാമിലി ആയിട്ട് എല്ലാരും കൂടെ പോയെന്ന് പറഞ്ഞല്ലേ. ഒറ്റയ്ക്ക് എപ്പോഴും പോയിട്ടുണ്ടോ? ഒറ്റയ്ക്ക് പോയിട്ടുണ്ടോ? ഇവരുടെ കൂടെ എപ്പോഴും പോവാറ്, അമ്മയുടെ അച്ഛനെയും കൂടെ പോവാറല്ല, അങ്ങനെ തന്നെ പോയിട്ടില്ല. അല്ലേ? അത് ഇവരുടെ പോയാലും തന്നെ പോകുന്ന തന്നെയാ. ഇവര് കിടന്നുറങ്ങും രാത്രിയാകുമ്പോ ഞാൻ തന്നെ ഇരുന്നുണ്ട് വെച്ചിട്ട് വൈബ് ചെയ്ത് പോക്കോളും. ഇവരുറങ്ങുമ്പോ ഞാൻ വൈബ് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പം അച്ഛനും അമ്മേന്റെ കൂടെ കൊറേ ട്രിപ്പ് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അന്ന് ലഡാക്ക് പോയതല്ലേ? ലഡാക്ക് കാറിന് പോയി. അത് കഴിഞ്ഞ ഒരു ഗുജറാത്ത് പോയി, പിന്നെ ഒരു മുംബൈ പോയി, പിന്നെ മേഘാലയ, പിന്നെ അത് കഴിഞ്ഞിട്ട് ലക്നൌലല്ലേ? അതിൽ ഇഷ്ടപ്പെട്ട യാത്ര ഏതായിരുന്നു? എനിക്ക് കാറിന് പോയതായിരുന്നു ലഡാക്ക് പോയത്. പക്ഷെ ആ സമയത്ത് ഞങ്ങൾ എൻഡോറിനാ പോയത്. ആ ട്രിപ്പ് എന്ന് പറയുമ്പം എല്ലായിടത്തൂടെ ഓടിക്കാൻ പറ്റി. എന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞില് എല്ലാ ക്ലൈമറ്റും മഞ്ഞിലൂടെ ഓടിച്ചു, അതുപോലെ ഇപ്പം ഡെസേർട്ട് ഏരിയ പോലെ അങ്ങനെടുത്തൂടെ ഓടിച്ചു, എല്ലായിടത്തൂടെ ഓടിച്ചു. അപ്പൊ ഏറ്റവും പിന്നെ കൊടുങ്കാറ്റ് പോകുന്ന വഴിക്ക് വരെ പൊടിക്കാറ്റ്. അതൊക്കെ ഉണ്ടാവുമ്പോ പേടിണ്ടാവലുണ്ടോ? ഇല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എക്സ്പീരിയൻസ് അതായിരുന്നു. പൊടിക്കാറ്റിന്റെ അത്ര ഓടിച്ചെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അങ്ങനെ ആ ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞാൽ കുറെ എക്സ്പീരിയൻസ് കിട്ടി അത്രയും ദിവസം. പിന്നെ പോയതില് മേഘാലയ ഏറ്റവും ഇഷ്ടം. മേഘാലയ ക്ലൈമറ്റ് നല്ലതല്ലേ? നല്ല ക്ലൈമറ്റ് ആയിരുന്നു. മേഘാലയ ക്ലൈമറ്റ് നല്ലായിരുന്നു. അതുപോലെ റോഡെല്ലാം ഭയങ്കര ചെറുതായിരുന്നു മേഘാലയ പോലെ. അപ്പൊ നമ്മൾ എപ്പോഴും ഹൈവേ കൂടെ പോകുമ്പം പ്രത്യേകിച്ച് അങ്ങനെ വ്യത്യാസമൊന്നുമില്ല, നേരെ വഴി ഇങ്ങനെ കിടക്കുന്നു, ഒറ്റ ഇതിൽ ഇങ്ങനെ അങ്ങ് പോകുന്നു. പക്ഷെ അവിടെ വഴി പോകുമ്പോ ഫുള്ള് കയറ്റവും ഇറക്കവും കുഞ്ഞു വഴിയും. പക്ഷെ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ നമ്മുടെ ഈ നോർത്തിലൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഭയങ്കര മോഷണത്തിന്റെ ഒക്കെ ഒരു പ്രത്യേകിച്ച് നമ്മൾ എവിടെ ചെന്നാലും എന്ന് പറഞ്ഞാൽ ലോറിയെ സംബന്ധിച്ച് നമ്മൾ എവിടെ ചെന്നാലും കള്ളന്മാര് എന്ന് പറഞ്ഞാൽ വണ്ടിയായിരിക്കുന്ന സാധനങ്ങള് പിന്നെ മോഷ്ടിക്കാൻ മോഷ്ടാക്കള് നമ്മൾ കിടന്ന് ഉറങ്ങുന്നിടത്ത് ഡീസൽ മോഷണം, ബാറ്ററി ചിലപ്പോൾ അഴിച്ചോണ്ട് പോകും, സ്റ്റെപ്പിനെ അഴിച്ചോണ്ട് പോകും. പിന്നെ ചിലപ്പോൾ വണ്ടിക്കകത്ത് നമ്മുടെ ഫോണ്, പൈസ എല്ലാം എവിടെ ചുറ്റിനും കള്ളന്മാരാണെന്ന് വിചാരിച്ചേ പോകാവുള്ളൂ. ഉള്ളത് തന്നെയാ.